അതിനാൽ എല്ലാ പ്രിയപ്പെട്ട യേശുവിൻ്റെ സ്നേഹം. ദൈവസഭയുടെ വിവിധമായ നിലവാരങ്ങൾ നമുക്ക് ഈ എഫേസ്യ ലേഖനത്തിലൂടെ കാണുവാൻ കഴിയും. ഒന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ട, ഒന്നാം അധ്യായം പറയുന്നത് ഒരു വിശ്വാസി അവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മമാണ്. അവൻ ക്രിസ്തുവിലാണ്. അതായത് ഒന്നാം അധ്യായത്തിൻ്റെ 20-21 വാക്യം വായിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ദൈവമക്കളെന്ന് പറയുന്ന നമ്മൾ ദൈവത്തിൻ്റെ ഒരു ഭവനമാണ്, ഒരു കെട്ടിടമാണ് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഒരു ആലയമായിട്ടാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ തന്നെ 2-ാം അധ്യായം 3-ാം അധ്യായത്തിലെ അതിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നത് ശരീരമാകുന്ന സഭയ്ക്കകത്ത് വിശ്വാസിയെ കർത്താവ് വെച്ചിരിക്കും എന്നാണ്. എന്നാൽ 4-ാം അധ്യായത്തിൽ നമ്മളിത് വായിച്ച ഭാഗത്ത് പറയുന്നത് ഈ ലോകത്തിൽ നമ്മളെ തൽക്കാലത്തേക്കാക്കി വെച്ചിരിക്കുന്നു എന്നാണ്. അതെ. അപ്പം വിവിധമായ ഒരു നിലവാരങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് പറഞ്ഞു വരുമ്പോൾ പറയുന്നത് സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി ആണ് എന്നുള്ളതാണ്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് സഭ ഒരു യുദ്ധക്കളത്തിലാണ്. ഞാൻ ഒരു രക്തച്ചുരുക്കമൊന്നും പറഞ്ഞത് ഈ അനുഭവങ്ങളിലൂടെയെല്ലാം നമ്മൾ പോകേണ്ടതാണ്. നമുക്ക് ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം വന്ന് സഭ ഒരു യുദ്ധത്തിലാണെന്ന് കാര്യം മനസ്സിലാക്കണം. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്ന് മനസ്സിലാക്കണം. സഭ ജീവനുള്ള ഒരു ആലയമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സഭ ക്രിസ്തുവിൽ ആണെന്നുള്ള രഹസ്യം നമുക്ക് പിടികിട്ടും. അങ്ങനെ സഭയെ കർത്താവിൻ്റെ ദാസൻ പൗലോസ് വിവിധ നിലവാരത്തിൽ ഇവിടെ വരച്ചു കാണിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ സഭയിലെ 5 വിധ ഓഫീസുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ചിലരെ അപ്പോസ്തലന്മാരായി 11-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. നിയമനം ദൈവത്തിൻ്റെതാണ്. എല്ലാം കൂടെ ചിലപ്പോൾ ഒരാൾക്കുണ്ടെങ്കിലും നല്ലതാണ്. ഒരു അപ്പോസ്തലനെ തന്നെ ചിലപ്പോൾ ഒരു ടീച്ചറുടെ ഉപദേഷ്ടാവിൻ്റെ ശുശ്രൂഷ കൊടുത്തേക്കാം. എല്ലാവരും സുവിശേഷകരാണ്. എല്ലാവരും ദൈവ വചനം മറ്റുള്ളവരോട് പങ്കുവയ്ക്കേണ്ടവരാണ്. പക്ഷെ എല്ലാവരും ഇടയന്മാരല്ല, എല്ലാവരും അപ്പോസ്തലന്മാരല്ല. എന്തിനാണ് ഈ 5 ഭാഗമായിട്ട് കർത്താവിന് തിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിത് അറിയണം. എൻ്റെ മിനിസ്ട്രി, എൻ്റെ ഓഫീസ് ഏതാണ്, എന്നിൽ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്ന പ്രത്യേക പദ്ധതി എന്നാണ്. ഇത് തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മൾ കൊഴിഞ്ഞു പോകും. ഹല്ലേലൂയ. പ്രവാചകന്റെ ജോലി ചെയ്യേണ്ടടുത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രവചനം ഏൽപ്പിച്ചെടുത്ത് പോയി ഇടയൻ്റെ ശുശ്രൂഷ ചെയ്യരുത്. ഹല്ലേലൂയ. ഒരു ടീച്ചറുടെ ജോലിയാണെങ്കിൽ അപ്പോസ്തലന്റെ ജോലി ചെയ്യരുത്. ഇന്ന് സത്യത്തിൽ അന്ന് ദൈവമാക്കി വെച്ച 12 അപ്പോസ്തലന്മാരൊഴികെ, പിന്നെ അന്ന് കർത്താവ് പ്രത്യേകമായി നിയോഗിച്ചാക്കിയ അപ്പോസ്തലന്മാരൊഴികെ, അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിതിരിക്കുന്നത്. ക്രിസ്തു എന്ന പാറ. ഇന്ന് അപ്പോസ്തലൻ എന്നൊക്കെ ഒരാൾ പറയുന്നെങ്കിൽ അത് വചനത്തോട് എത്രമാത്രം ആത്മാർത്ഥതയുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. സ്വയം ഞാൻ അപ്പോസ്തലനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, പാസ്റ്ററുടെ വിളി ഒരു അപ്പോസ്തലൻ്റെ വിളിയാണ്. ഞാൻ അത് കർത്താവ് വിളിച്ചത് എനിക്ക് ബോധ്യം തന്നിട്ടുണ്ട് എന്ത് വിളിയാണ്. ആ വിളി ഞാൻ അനുസരിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അപ്പോസ്തലനല്ലെന്ന് എനിക്കറിയാം. ഞാനൊരു ഇടയ ശുശ്രൂഷകനാണ്. എന്നെ കർത്താവ് പ്രത്യേകമായിട്ട് അനുഭവം ചെയ്തു. എന്തിനാണ് നിങ്ങളുടെ വിളി എന്താണെന്ന് തിരിച്ചറിയാൻ. എല്ലാവർക്കും വിളിയുണ്ട്. ഇതിനകത്ത് 5 വിധത്തിലുള്ള പ്രത്യേക പോസ്റ്റിങ്ങിൽ നമ്മളിലെ എന്താണ്
ആക്കി വെച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തണം. ഇല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒഴുക്കിൽപ്പെട്ട് പോകുന്നവരെ പോകാൻ ഇടവരും. പിന്നെ അതിൻ്റെ 12ാമത്തെ വാക്യം പറയുന്നു, എന്തിനാണ് അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാണ്. എന്തിനാണ് തന്നത്? ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ആത്മീകമായി വർദ്ധിച്ചു വരണം. ഇതിനാണ് ഇവിടെ നമ്മളെ ഏൽപ്പിച്ചത് എന്ത് മിനിസ്ട്രിയാണെന്ന് കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യം. കർത്താവ് നമ്മളെ അതിനായിട്ട് ഒരുക്കട്ടെ. സഭയ്ക്ക് ഒരു ആത്മീക വർധന വരണം. ഇന്ന് സഭ ആത്മീകമായിട്ട് വളരുന്നില്ല. പെട്ടെന്ന് ആ ചില കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചിട്ട് നിർത്താം. നമ്മളിന്ന് കാണുന്ന സഭയുടെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു നല്ല പ്രസംഗം പറഞ്ഞാൽ ഞാൻ ആത്മീയമായി വളർന്നു എന്നുള്ളത് അതിൻ്റെ തെളിവല്ല. ഒരാളുടെ ആത്മീയ വളർച്ച ഞാൻ പറയുന്ന പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു മരിച്ചയാൾ ഉയർത്തെഴുന്നേൽക്കുകയോ ഒരു രോഗി സൗഖ്യമാക്കുകയോ ചെയ്ത ഇന്ന് നമ്മൾ കാണുന്ന ദൈവവേല ഇതാണ്. എന്താണ്? നമ്മൾ പോയി 10 പേരോട് സുവിശേഷം പറഞ്ഞു, നമ്മൾ പോയി ഒരു 10 സ്ഥലത്ത് പോയി വചനം പ്രസംഗിച്ചു, നമ്മൾ പോയി ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു. ഇതാണ് എൻ്റെ ആത്മീക വർധനയെന്ന് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകരുത്. ഇതല്ല ആത്മീക വർധന. ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഇതൊക്കെ ചെയ്യാം. മനസ്സിനകത്ത് നിറച്ചു പകയും വിദ്വേഷവും കുശുമ്പും കുന്നായ്മയൊക്കെ വെച്ചും കൊണ്ട് എനിക്ക് സുവിശേഷം പറയാൻ പറ്റുള്ളൂ. വീട്ടിൽ സുവിശേഷമില്ല, നാട്ടിൽ പോയി എനിക്ക് സുവിശേഷം പറയാം, എനിക്ക് സഭയ്ക്കകത്ത് നന്നായിട്ട് പ്രസംഗിക്കാം. പക്ഷേ സഹോദരൻ കൈയും കൊണ്ട് വന്നെന്ന മാറി അങ്ങ് പോകും. നിന്നെ എനിക്കറിയാം, നിന്നോടുള്ള ബന്ധം കൂട്ടാൻ എനിക്ക് മതി. ഒന്ന് ചിരിക്കാനായിട്ട് ചെന്നാൽ ചിരിക്കത്തില്ല. പക്ഷേ മോൻ ഈ പ്രസംഗം അങ്ങോട്ട് പറഞ്ഞെന്നാൽ അങ്ങോട്ട് തീഷ്ണതയോടെ അങ്ങോട്ട് പറഞ്ഞാൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് മഴ പോലെ പെയ്യുമെന്ന് അവർ സ്വയം അങ്ങ് ചിന്തിക്കുക. ദേഹി മണ്ഡലത്തെ ഇളക്കാൻ ഇങ്ങനെയുള്ള ശുശ്രൂഷക്കാർക്ക് കഴിയും. അവർക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്ന ഇന്നത്തെ ദൈവവേല എന്ന് പറയുന്നതിനകത്ത് 95% ഈ ദേഹി മണ്ഡലത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. എന്നാൽ കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്ത് വേല ചെയ്യുന്ന ദൈവത്തിൻ്റെ സാധുക്കളായ ദൈവദാസന്മാരുണ്ട്. അവർക്ക് പോലും എങ്ങനെ ഒരു ദൈവദാസൻ എന്നോട് വന്നിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ ഞാൻ മുമ്പോഴും പ്രാർത്ഥിച്ചു, ദൈവത്തെ ഭയപ്പെട്ടപ്പോൾ പ്രായമൊക്കെയായി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നൊരു മനുഷ്യൻ, ഇന്നലെ വരെ കഞ്ചാവ് അടിച്ചെന്ന് വന്ന ഒരു മനുഷ്യൻ, അവൻ വന്നിട്ട് ഇൻ ജീസസ് നെയിം എന്നൊക്കെ പറഞ്ഞില്ലേ, അവൻ ആൾക്കാരെ കൂട്ടി അവിടെ ബഹളം ഉണ്ടാക്കുന്നു, ഇവിടെ ഈ അവനൊന്ന് കൂട്ടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടിട്ട് പ്രസംഗം എന്താണെന്ന് പോലും അറിയത്തില്ല. അദ്ദേഹം പറയുക, പക്ഷേ ഇതാണോ ആത്മീയത? ഞാൻ അല്പം നേരം ചിരിച്ചു. അദ്ദേഹത്തിനത് മനസ്സിലായില്ല. അവരുടെ കൂടെയാണ് ദൈവമെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോകും. അവരാത്മീയരല്ല. എളിമയില്ലാത്ത ഒരു മനുഷ്യൻ ആത്മീയ അഭിവൃദ്ധിയിൽ എത്തിയിട്ടില്ലാത്ത വ്യക്തിയാണ്. അവരിലൂടെ നല്ല പ്രസംഗങ്ങൾ നമുക്ക് നല്ലതാണ്. ഇപ്പം നിങ്ങളിൽ എല്ലാവരെ കൊണ്ടും പ്രസംഗിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എല്ലാവരും ആത്മീയരാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. നിങ്ങളുടെ ആത്മീയ വളർച്ച എന്താണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരാളോട് മനസ്സലിവും സഹതാപവും സ്നേഹവും വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ, ഒരാളോട് ഇല്ല കുറയുന്നെങ്കിൽ, ഒരാളോട് നിങ്ങൾക്ക് എന്തെങ്കിലും വിദ്വേഷമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ
നിങ്ങൾ ആത്മാവിലല്ല, നിങ്ങൾ ആത്മീകരല്ല. അത് എനിക്കവനോട് ഇഷ്ടമില്ല, എനിക്ക് അവളോട് ഇഷ്ടമില്ല. എന്താണ് കാരണം? അവിടെ വായിന്ന് വരുന്നവനെ കേൾക്കാൻ. പക്ഷെ കർത്താവിന് അവളോട് ഇഷ്ടമാണ്. കർത്താവിന് അവളോട് ഭയങ്കര ഇഷ്ടമാണ്. കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിയാത്ത ഒരു ജീവിതം നയിച്ചിട്ട് ഒരു ഇളക്കപ്പരിപ്പുണ്ടാക്കുന്ന ദൈവവേലയെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. എന്നാൽ എന്താണ് എന്നെ ഏൽപ്പിച്ചതെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾക്കൊരു ആത്മീക വർധനയാണ് വേണ്ടത്. ആത്മീക വർധന വരുന്ന ഒരാളുടെ കൂടെ ദൈവമുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് കഷ്ടത വരാം, ഭാരങ്ങൾ വരാം, വേദനകൾ വരാം, അവരുടെ കൂടെ ആൾക്കൂട്ടം കണ്ടില്ലെന്ന് വരാം. അതൊന്നുമല്ല ദൈവം അവരുടെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ്. ദൈവം ഒരാളുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്ന് പറയുമ്പോൾ അവരുടെ ദിവ്യമായ സ്വഭാവവിശേഷങ്ങളാണ്. ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം ഒരാളിൽ വാർത്തെടുക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ ജോലി. കർത്താവിൻ്റെ യേശുക്രിസ്തുവാകുന്ന ശിരസ്സിനോട് എന്നെ ബന്ധിപ്പിച്ചു നിർത്തി യേശുവാകുന്ന ശിരസ്സുമായിട്ട് ഞാൻ ഒന്നായിത്തീർന്നു. ഇതാണ് സഭ. അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശുവിൻ്റെ അതേ സ്വഭാവം അവരിൽ ഉണ്ടാകും, ഉണ്ടായിക്കൊണ്ടിരിക്കും. യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് വേണ്ടി നിങ്ങൾക്കൊരു ദാഹമുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവസ്നേഹത്തിൻ്റെ നീളം, വീതി, ഉയരം, ആഴം എന്നിവ അറിയാൻ നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണ്? നിങ്ങളുടെ ചിന്തകൾ എന്താണ്? ഇതാണ് നിങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ ചിന്തകളിലേക്ക്, നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നോക്കിയാൽ മതി. നിങ്ങളുടെ ആഗ്രഹം ജഡത്തിന് വേണ്ടിയുള്ള ഭൗതികമായ കാര്യങ്ങളിലാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞേക്കാം, നിങ്ങൾക്ക് ദൈവവേല എന്ന് പറയുന്ന പലതും ചെയ്യാൻ കഴിഞ്ഞേക്കാം. പക്ഷെ സ്വർഗം അംഗീകരിക്കത്തില്ല. സ്വർഗത്തിലെ ദൈവം പറയുന്നത് എൻ്റെ പുത്രൻ്റെ ശരീരമായി നീ വളർച്ച പ്രാപിക്കണം. ഈ ശരീരത്തിൻ്റെ ഇപ്പം കർത്താവിൻ്റെ ശരീരമായ സഭയാണ് നമ്മൾ. ഇതിനകത്തൊരു വളർച്ച വേണം. ഇപ്പോൾ എത്രയുണ്ട് 2024 തീരാൻ പോവുക? എത്രയുണ്ട്? നിങ്ങൾ ഏത് ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ്? ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ്? ഹല്ലേലൂയ. ചിലര് ഒരുപാട് ഒരു വശം മാത്രം വളർന്നു നിന്നാൽ ഇപ്പം എൻ്റെ ഒരു കൈ മാത്രം വരുന്നതായെന്ന വല്ല വിശേഷമുണ്ടോ? അങ്ങനെയല്ല. ശരീരമാകമാനം ഒരേപോലെ വളർച്ച പ്രാപിക്കണം. ഒരേപോലെ ഈ ശരീരത്തിൻ്റെ ദൗത്യം തലയെ അനുസരിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും അറിയാനുള്ള വാഞ്ച കർത്താവിന് ശരീരമാകുന്ന സഭയ്ക്കില്ലെങ്കിൽ നിങ്ങൾ ആത്മിക വർധനയിലേക്ക് വരുത്തില്ല. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം എനിക്ക് നിറഞ്ഞു വരണമെന്നൊരു പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മീകമായിട്ട് വളരാൻ നിങ്ങളുടെ പ്രാർത്ഥന നോക്കിയാൽ മതി, നിങ്ങളുടെ ചിന്തകളെ നോക്കിയാൽ മതി. എനിക്ക് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം ഒന്ന് നിറഞ്ഞു വരണം. അവൻ്റെ സ്വഭാവത്തിൻ്റെ നിറവ്. ഒരു കാര്യത്തിൽ പറഞ്ഞിട്ട് ഞാൻ വേഗം ചുരുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട്, നീതീകരിക്കപ്പെട്ട്, വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിൻ്റെ പുതിയ സൃഷ്ടിയായി തീർന്നെന്ന് പറയുന്നത് മുഴുവനും കൃപയാലാണ്. എന്നിൽ ഒരു പ്രവൃത്തിയുമില്ല. എന്നെ അവൻ നട്ട് കർത്താവിൻ്റെ ശരീരമാക്കി തീർന്നു. അവിടെ എനിക്കൊരു പ്രവൃത്തിയുമില്ല. ഇതെപ്പോഴും നടന്നു? നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട വചനങ്ങളെല്ലാം പറയുന്നത് എന്താ? എപ്പോഴാണ് നടന്നത്? ലോകമുണ്ടാക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ തെരഞ്ഞെടുപ്പ് നടന്നു. നമ്മളെ ക്രിസ്തുവിൽ ആക്കി വെച്ചു. ക്രിസ്തുവിലുള്ള സകല സമ്പത്തും നമ്മുടെ അവകാശമാക്കി തന്നു. എന്നാൽ ഇവിടെ കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം തീരുന്നില്ല. ക്രിസ്തുവിൽ ആയിക്കഴിഞ്ഞ ഒരു ദൈവ പൈതലിനെ കർത്താവ് ആഗ്രഹിക്കുന്നത് എല്ലാ കൃപയാലല്ലോ
നിങ്ങൾ വിശ്വാസം പോലെ രക്ഷിക്കപ്പെട്ടു. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആവും. ഇപ്പം വിശ്വാസം പോലും കിട്ടിയത് കൃപയാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഇപ്പം ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 39 വർഷമാണ്. ഈ ജീവിതത്തിൻ്റെ കാലയളവിൽ അങ്ങനെ രക്ഷിക്കപ്പെട്ടു, ഒരു ദിവസം രക്ഷിക്കപ്പെട്ടു. അവിടുന്ന് പിന്നെ മുകളിലേക്കുള്ളൊരു പ്രോസസ്സാണ്. ഇടയ്ക്ക് താഴ്ത്തു വീണു, പിന്നെ എഴുന്നേറ്റു, പിന്നെ കുറച്ചുകൂടെ പോയി, പിന്നെ താഴ്ത്തു വീണു, എണീപ്പാമ്പ് കളിക്കുന്നുണ്ടല്ലേ. ഇതുപോലെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ആരും അങ്ങോട്ട് ത്രൂ ഔട്ട് ഉന്നതമായ നിലവാരത്തിലൊന്നും എത്തത്തില്ല. ചിലപ്പോൾ പിന്നെ താഴത്ത് പോകും, വളരെ താഴെ പോകും. അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നെ നമ്മൾ എന്ത് ചെയ്യാതെ വീണവനെ കുറ്റം പറയാം. വീണവരിൽ അത് ദൈവത്തിൻ്റെ ഖണ്ഡിതവും നീയും നിലനിന്നാൽ ദൈവത്തിൻ്റെ ദയയും. ഹല്ലേലൂയ. നമ്മൾ നിലനിൽക്കുന്നത് ദയ കൊണ്ടാണ്. ഞാൻ വീഴാതിരിക്കാൻ കാരണം ദൈവത്തിൻ്റെ ദയയാണ്. ഹല്ലേലൂയ. എന്താണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്? 1-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ 1:18 പറയുന്നത് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്ന ഭോഷത്വവും രക്ഷിക്കപ്പെട്ടത് നമുക്ക് ദൈവശക്തിയാകുന്നു. അതിൻ്റെ 29-30 വാക്യം അറിയാവുന്നവർക്ക് പറയാം, ഇല്ലെങ്കിൽ പറയാമെന്ന് വായിച്ചേ. 29-30 1 കൊരിന്ത്യർ 1:29-30. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഞാൻ ചുരുക്കാം. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് ദൈവം ചെയ്തൊരു പ്രവൃത്തിയാണ്. എന്നാൽ ദൈവത്തിന് നിർബന്ധമായിരിക്കുന്ന ദൈവം ഹല്ലേലൂയ ജലസി ഗോഡാണ്. നമ്മുടെ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. എന്താണ് അവൻ്റെ തീഷ്ണത? ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കരുതെന്നുള്ളത്. എന്തെങ്കിലും പ്രശംസ നിങ്ങളിലോ എന്നിലോ വരുന്നെങ്കിൽ ദൈവത്തിൻ്റെ തീഷ്ണത ജ്വലിക്കും. ദൈവം തീഷ്ണനായ ദൈവമാണ്. ഞാൻ അത് ചെയ്തു. നമ്മൾ ദൈവത്തിൽ നിന്നും ആത്മിക വർധന പ്രാപിച്ചു വരുന്തോറും ഈ വെളിപ്പാട് വർദ്ധിച്ചു വരും. കർത്താവേ, കൃപയാണല്ലോ എന്നുള്ള വെളിപ്പാട് വർദ്ധിച്ചു വന്നിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിനാണ് ജ്ഞാനികളെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഭോഷത്വമായ ദൈവത്തിൽ, ബലവാന്മാരെ ലജ്ജിപ്പിച്ചുകൊണ്ട് ബലമില്ലാത്തതിനെ ദൈവം തിരഞ്ഞെടുത്തു. ആരെങ്കിലും ഇതിന് വിപരീതമായിട്ട് ചിന്തിക്കുന്നവരുണ്ടോ? ഞാൻ കുലമഹിമയുള്ള, ഞാൻ അല്പം ജ്ഞാനിയാണ്, ഞാൻ അല്പം ബുദ്ധിയുള്ള ആളാണ്, ഞാൻ അല്പം ശ്രേഷ്ഠനാണ് എന്ന ചിന്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മീക വളർച്ച ഉണ്ടാകില്ല. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ പണിയുടെ പുറത്താണ്. ഹല്ലേലൂയ. ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. ദൈവം തന്നതല്ലാത്തതുപോലെ നീ പ്രശംസിക്കാൻ നിനക്ക് എന്ത് കാര്യം? അന്യനെ ഉപദേശിക്കുന്ന നീ അന്യനെ കുറ്റം പറയാനുള്ള കാര്യം എന്താ? കുറ്റം പറയത്തില്ല. നമ്മൾ പരീക്ഷന്മാരെക്കാൾ ബുദ്ധിമാന്മാരാണ്. പരീക്ഷന്മാർക്ക് ഈ ബുദ്ധി കുറവാണ്. എന്താ പരീക്ഷനോട് ചേർന്നുകൊണ്ട് പറഞ്ഞു, ഒന്ന് ലൂക്കോസ് 18:9-10 വാക്യം, കർത്താവേ, ഞാൻ ആഴ്ച 2 വട്ടം ഉപവസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ കിട്ടുന്നതിനെല്ലാം ദശാംശം കൊടുക്കുന്നു. അങ്ങോട്ട് നോക്കി ആ ചുങ്കക്കാരനെ പോലെയും, നമ്മൾ പറയുന്ന അങ്ങനല്ല, പിന്നെ ആളെ പോലെ ഞാൻ എങ്ങനെ വീണും താണൊന്നും നടക്കുന്നില്ല കർത്താവേ, മാക്സിമം എന്നാൽ ആ വോളം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. സ്വയം നീതിമാൻ കർത്താവ് തങ്ങളെ തന്നെ നീതീകരിക്കുന്നവരെ കുറിച്ച് കർത്താവ് പറഞ്ഞതാണ്. അവിടെ എന്താ സംഭവിച്ചത്? അവൻ്റെ ഉള്ള നീതി പോലും എടുത്തു കളഞ്ഞു. അവൻ്റെ ഉള്ളത് പോലും എടുത്തു കളഞ്ഞു. അവൻ പ്രശംസിച്ചത് കൊണ്ട് നമ്മളിത് ഈ വരം നമുക്കറിയാം. അത് പറയും, കർത്താവേ, ഞങ്ങൾ പൊടിയാണ്, പുല്ലാണ്, പുഴുവാണ്. ഞാൻ പറഞ്ഞത് മുഴുവൻ അങ്ങ് പറഞ്ഞു. അവസരം വരുമ്പോൾ ഈ പൊടിയുടെയും പുല്ലിൻ്റെയൊക്കെ കണക്ക് വേണം കാണാൻ. ചില നടപ്പും ഇരിപ്പും ഒക്കെ കാണണം. പൊടിയാണ്, ഞാൻ കൃമിയാണ്, പുഴുവാണെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തുകൂടെ പോയപ്പോൾ കാലിൻ്റെ അറ്റത്തുനിന്ന് നമ്മുടെ കാലവലത് കൊണ്ടാൽ മതി. അവരുടെ പൊടിയും പുഴുവൊക്കെ ഏത് രീതിയിൽ സിംഹത്തെ പോലെ ആവും. സത്യമല്ലേ ഞാൻ പറഞ്ഞത്?
വെറുതെ പറയുന്നല്ലേ അത്? വ്യാജമല്ലേ അത്? ഹല്ലേലൂയ. എനിക്കെൻ്റെ ദൈവം ഒരു ദിവസം വിശുദ്ധിയോടെ ജീവിക്കാൻ തന്നത്, ഒരു ദിവസം ഒന്ന് ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ തന്നത്. ഈ രക്ഷയുടെ സന്തോഷം എനിക്ക് തന്നു. എളിമ കൂടുന്നോ അഹങ്കാരം കൂടുന്നു. സ്വയത്തിന് അധീനപ്പെട്ട മനുഷ്യൻ. എന്നാൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു ചുങ്കക്കാരനായ മനുഷ്യൻ പറഞ്ഞു, പാപിയായ എന്നോട് അവൻ നീതീകരിക്കപ്പെട്ടു. നീതിമാനെന്ന് വിശേഷിപ്പിച്ചവൻ നീതി കിട്ടാതെ പോയി. നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നയോ അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ സ്വയം നീതിമാനെന്നൊന്നും, ഇതിൻ്റെ അകത്തിരിക്കുന്ന സാധനം എന്താ അറിയാവോ, എനിക്ക് ഇന്നയാളെ കുറിച്ച് കുറ്റമാണ്. ഇന്നയാളുടെ ഒരാളുടെ കുറവോ ബലഹീനതയോ നോക്കുന്ന ഒരാൾ, അവൻ സ്വയത്തിലാണ്, അഹങ്കാരിയാണവൻ. ഒരാളുടെ കുറവ് നോക്കുന്നവൻ. പരീക്ഷന്റെ ബുദ്ധിയേക്കാൾ വലിയ ബുദ്ധിയാണ് നമ്മുടേത്. പരീക്ഷണത്തിന് ബുദ്ധിയില്ല. അവൻ തുറന്ന ഹൃദയത്തോടെ, നിർമ്മല ഹൃദയത്തോടെ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അവനറിയത്തില്ല എളിമ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് ആ രണ്ടും അറിയാം. അതാണ് പഠിച്ച കള്ളന്മാരെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പം ആ രീതിയിൽ നമ്മൾ പെന്തക്കോസുകാരായ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വചനത്തിൻ്റെ അറിവുണ്ട്. വെളിപ്പാടില്ല. അടുത്തിരിക്കുന്ന സഹോദരൻ്റെ വരെ ഉള്ളിൽ ഒരു നീരസമുണ്ട്. എൻ്റെ അർത്ഥം എന്താ പറയുക? ഉള്ളിൽ ഒരു നീരസം. നിങ്ങളിൽ ഒരാൾ പാട്ടുപാടി എനിക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. നിങ്ങളിൽ ഒരാൾ പാട്ടുപാടി നിങ്ങളിൽ ഒരാൾ പ്രസംഗിച്ചാൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. എൻ്റെ പിന്നിലുള്ള ആ ഛേദോപകാരം എന്താ? എന്നിലുള്ള ഞാനാണ്. ഞാൻ സ്വയനിധിക്കാരനാണ്. സ്വയനിധിക്കാരൻ എന്നും താഴത്തോട്ട് പോകും. അവൻ കെട്ടിപ്പൊക്കും കുറച്ചൊക്കെ. അത് ആപ്പിളല്ല, അത് തനതായ ആപ്പിളല്ല, അത് ഉണ്ടാക്കി വെക്കുന്നതാണത്. നമുക്ക് തോന്നുന്ന നല്ലതാണ്. നമുക്ക് വേണ്ടത് മക്കളെ, നമുക്ക് ഒരു ആത്മീക വർധന വേണം. എന്നിട്ട് ഞാൻ ആ വായിച്ച വേദഭാഗം അതിൻ്റെ താഴത്തോടു കൂടെ ഒന്ന് വായിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോട്ടെ. നിങ്ങളോ, എല്ലാവരും ഒന്ന് ബൈബിൾ എടുത്തോ. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 1:30 വാക്യം. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു. നിങ്ങൾക്ക് ഐഡന്റിറ്റി മാറിപ്പോയി. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയാണ് ക്രിസ്തുവിൽ നമ്മളെ കൊണ്ടുചെന്നാക്കി. ഹല്ലേലൂയ. നിങ്ങളോ ദൈവത്തിൻ്റെ പദ്ധതിയാൽ ക്രിസ്തുവിലായിരിക്കുന്നു. എന്നിട്ട് പറയാ, അവൻ നമുക്ക്, ആരാ? യേശു നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായിരുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവാണ് നമ്മുടെ ജ്ഞാനം, ക്രിസ്തുവാണ് നമ്മുടെ നീതി, ക്രിസ്തുവാണ് നമ്മുടെ വീണ്ടെടുപ്പ്, ക്രിസ്തുവാണ് നമ്മുടെ ശുദ്ധീകരണം. എനിക്ക് ചെറിയ ജ്ഞാനം കിട്ടി, എനിക്കല്പം നീതി ജീവിതം കിട്ടി, എനിക്ക് വീണ്ടെടുപ്പിൻ്റെ സന്തോഷം കിട്ടി. ഹല്ലേലൂയ. എനിക്ക് ശുദ്ധീകരണത്തിൻ്റെ അനുഭവം കിട്ടി. അതിൻ്റെ അർത്ഥം നിങ്ങൾ അവനിലായിരിക്കുന്നു എന്നാണ്. നിങ്ങളോ അവനാൽ ദൈവത്തിങ്കൽ നിന്നും ജ്ഞാനവും നീതി ശുദ്ധീകരണവും വീണ്ടെടുപ്പായതും. അതിൻ്റെ അർത്ഥഭാഗം വായിക്കുന്നറിയാമോ? പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ പ്രശംസിക്കണം. എനിക്ക് കർത്താവിലാണ് എൻ്റെ പ്രശംസ. ദൈവം തന്നത് മാത്രമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവം തന്നതല്ലാതെ എൻ്റെ ജീവിതത്തിലെ ഒരു നിമിഷ നേരത്തെ ഭക്തിയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ ദൈവകൃപ. ഇതിനെ ആത്മീയ വളർച്ചയിലേക്ക് നമ്മളെ നയിക്കും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഞാൻ ആത്മീയമായിട്ട് എന്നെ ഹൃദയപൂർവ്വം മനസ്സിലാക്കി ഇങ്ങനെയാണ്, ഈ വെളിപ്പാട് നമുക്ക് കിട്ടിയില്ലെന്ന് വിചാരിച്ചു. ഇവിടെ വരുന്ന പുതിയ വിശ്വാസികൾ ആത്മാവിൽ ബലപ്പെടും. പക്ഷേ പഴയ വിശ്വാസികൾ എപ്പോഴും ഒരേ ലെവലിലേക്ക് പോകും. എന്താണ് അവരുടെ കാരണം? അവർ സ്വയത്തിൽ പ്രശംസിച്ചു. ദൈവത്തിന് കിട്ടേണ്ട പ്രശംസ മോഷ്ടിച്ചെടുത്തു. ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിനാണ് കർത്താവ് പറയുന്നത്. നീ ജ്ഞാനി അല്ല, മൂഢനാണ്, നീ ഭോഷനാണ്. കർത്താവ് പറയുക, നീ കുലഹീനവും നികഷ്ടവുമാണ്. ഞങ്ങൾ അത്ര കുലഹീനരൊന്നും അല്ലായിരുന്നു.
ഞങ്ങളത്ര നികൃഷ്ട ബുദ്ധിയൊന്നും അല്ലായിരുന്നു, ഞങ്ങളൊക്കെ മാന്യമായിട്ട് ജീവിച്ചത്. ബൈബിൾ, സ്വർഗത്തിൽ ദൈവം പറയുന്നു, നികൃഷ്ടമായതിനെയാണ് കർത്താവ് വിളിച്ചത്. ഞാനൊരു നികൃഷ്ട ബുദ്ധിയായിരുന്നു എന്ന്. അത് മനസ്സിലാക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. നമ്മുടെ ഹൃദയം തുറക്കപ്പെട്ടാൽ നമുക്കത് മനസ്സിലാകത്തുണ്ട്. ഇത് എഴുതിയത് ആരാണെന്നറിയാമോ? ഹല്ലേലൂയ. ശുഷ്കാദ്യ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ച, നീതിബോധം സംബന്ധിച്ച് അപ്പം ന്യായപ്രമാണത്തിലെ നീതി എല്ലാം അനുസരിച്ച് നടന്ന ഒരു മനുഷ്യൻ, പരീക്ഷനായ മനുഷ്യൻ പൗലോസാണ് ഇത് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം അദ്ദേഹം കൊണ്ട് ഹല്ലേലൂയ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വെച്ചു. ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് വന്നപ്പോൾ പറയുക, ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിനാണ് എൻ്റെ ബുദ്ധിയെ കർത്താവ് തുറന്നു. ഏറ്റവും നികൃഷ്ടമായിരുന്ന ജീവിതമാണ് എൻ്റേത് എന്നുള്ള വെളിപ്പാടിലേക്ക് എന്നെ നയിക്കുവാൻ അത് കാരണമായിട്ടുണ്ട്. അപ്പം ഇത് എനിക്കൊരു ആത്മീക വർധനയ്ക്ക് കാരണമായി. ഞാൻ ചുരുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആത്മീക വർധന ഞാൻ ആത്മാവിലാണെങ്കിലേ എനിക്ക് പറ്റും. ആത്മാവിൽ ആയിരിക്കുന്ന ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, നമുക്ക് വേദപുസ്തകത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും പ്രശംസിച്ചിട്ടുള്ളവരെല്ലാം തകർന്നു പോയ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കരുത്. എന്തെങ്കിലും പ്രശംസയുണ്ടോ? നന്നായിട്ട് അഹോരാത്രം പഠിച്ചിട്ടല്ലേ 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ചത്? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മറ്റുള്ളവർക്കും തോന്നിയിട്ടുണ്ടോ? കൃപയാണെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോ? ആകുന്ന എല്ലാം കൃപയാണോ? ഇന്നലെ വരെ എല്ലാം തന്നത് കൃപയാണ്. ഇന്നത്തെ ദിവസം നിൽക്കുന്നത് കൃപയാലാണെന്ന് ബോധ്യമുണ്ടോ? സാത്താൻ സമ്മതിക്കത്തില്ല. ദൈവങ്ങളെ, സാത്താൻ സമ്മതിക്കത്തില്ല. നിന്റെ അധ്വാനത്തോട്, നിന്റെ പ്രാർത്ഥനയോട് അങ്ങനെ തന്നെ പറഞ്ഞ പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ തന്നു. ഈ ബൈബിളൊന്നൊരു അധ്യായം വായിക്കാൻ കർത്താവ് കൃപ തന്നു. കൃപയാൽ 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 കൃപയിൽ പുകഴുന്ന ഒരു ദൈവ പൈതൽ. ആദ്യത്തെ പുകഴ്ച വന്ന ആ വ്യക്തി ആരാണെന്നറിയാമോ? ആദ്യം പുകഴുന്നത് ബൈബിളിലെ മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് ഒരാൾ പുകഴ്ചയെടുത്തു. ദൈവത്തെക്കാൾ അവൻ ഉന്നതനായി തീരണമെന്നുള്ള ഒരു ചിന്ത വന്നു. അവൻ്റെ ഉള്ളം, അന്തർഭാഗം നിഗളം കൊണ്ടെന്ന് പറഞ്ഞു. അവൻ്റെ വ്യാപാര ബാഹുല്യ നിമിത്തം അത്ര നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. അത്ര ഉന്നതനായ വ്യക്തി, ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി ലൂസിഫറാണ് ആദ്യമായിട്ട് നിഗളിച്ച വ്യക്തി. ആ നിഗളം അവനെ എന്നേക്കുമായി താഴ്ത്തിക്കളഞ്ഞു. നിഗളമുള്ള വ്യക്തിക്ക് ആത്മീകമായി വർദ്ധിക്കാൻ പറ്റത്തില്ല. അതിന് തക്കവണ്ണം ഫിലിപ്പിയർ 2:5 മുതൽ വായിക്കുന്നത്, ക്രിസ്തു യേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരുന്നു. ക്രിസ്തു യേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ക്രിസ്തു യേശുവിന്റെ ഭാവം? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദാസരൂപമെടുത്ത മനുഷ്യനായി തന്നെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം മനസ്സിലുള്ളതായി. ഹലോ, യേശുവിൻ്റെ തലയോട് ചേർന്നിട്ടുണ്ടോ ആ ഭാവം? ഇല്ലെങ്കിൽ മറ്റവൻ്റെ തലയോടാണ് ചേർന്നിരിക്കുന്നെങ്കിൽ അകത്ത് സാധനം വേറെ. നീ എത്ര തന്നെ പണിപ്പെട്ടാലും അത് മാറ്റാൻ പറ്റത്തില്ല. പ്രശംസയ്ക്ക് വേണ്ടി നീ കുതിക്കും, നിന്റെ ആത്മീയത അതോടെ ചോർന്നു പോയി. ഒരാളെ കുറിച്ച് ഒരു നല്ല മനസ്സാക്ഷി ഇല്ലാത്തത്, ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഇത്രയും പേര് കൂടി വരുന്നത് ഒരാളോട് നല്ല മനസ്സാക്ഷിയില്ല. നിങ്ങളില്ലാത്ത ഒരാളോട് ഒന്ന് ചെന്നൊന്ന് കെട്ടിപ്പിടിക്കാനുള്ള മനസ്സാക്ഷിയില്ല. ദൈവവേദന, നിങ്ങൾ സ്വയം പ്രശംസക്കാരനാണ്. നിങ്ങളുടെ തല ക്രിസ്തുവല്ല. സംശയമുണ്ടോ? ക്രിസ്തു ആണെങ്കിൽ എങ്ങനെയായിരിക്കും ജീവിത ശൈലിയിലാണ് മാറ്റം വരുന്നത്. രണ്ടാമത് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, പലരും പാപം ചെയ്തെങ്കിലും നമ്മൾ കാണുന്നത് ബാബേൽ ഗോപുരം പണിത നിമ്രോദിനെ കുറിച്ചാണ്. വരുവിൻ, നമുക്ക്
ഒന്നിച്ചു പണിയാം, നമുക്കൊരു ദേശമായി ഇരിക്കാം, നമുക്ക് സ്വർഗത്തോളം എത്തണം, ദൈവത്തിൻ്റെ അടുക്കൽ നമുക്ക് കയറി ചെല്ലണം എന്ന് പറഞ്ഞ നിഗളിയായ നിമ്രോദ് എന്ന് പറയുന്ന മനുഷ്യൻ എന്താ സംഭവിച്ചത്? തകർത്ത് കളഞ്ഞു. ദൈവം തകർത്ത് കളഞ്ഞു. ലോകം വിവിധ ഭാഷകളായി മാറി. വേദപുസ്തകം അങ്ങനെ അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഒരു ജാതീയ രാജാവായിരുന്ന നെബൂഖദ്നേസർ, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മനോഭാവം? എൻ്റെ പ്രതാപത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞാൻ ഉണ്ടാക്കിയ മഹതിയ ബാബിലോൺ അല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ ഒരല്പം നിഗളം വന്നു. എന്താ സംഭവിച്ചത് അറിയാവുന്നത്? പറഞ്ഞേ, കാളയെപ്പോലെ പുല്ല് തിന്നാൻ കാറ്റിലേക്ക് പോയി. നിക്കണമെന്ന് പറയുന്ന പാപം യേശുക്രിസ്തു കാൽവരി കുരിശിൽ തകർത്തു. യേശുവിൻ്റെ സ്വഭാവം തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തു. അത് സൗമ്യത ഉണ്ടെന്ന് നമ്മൾ വാചോടിക്കാനല്ല, ഏറ്റവും മറക്കപ്പെട്ട ഒരു മനുഷ്യനോട് കാണിക്കുന്ന നിന്റെ സൗമ്യതയുടെ മനോഭാവമാണ്, ജീവിത ശൈലിയാണ്. ആളെ, ആ വ്യക്തിയെ, ആ സഹോദരിയെ, അയൽക്കാരനാകട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, സഭയിലുള്ളവരായിട്ട് സഭയിൽ ഇല്ലാത്തവരായിക്കോട്ടെ, വ്യക്തിബന്ധമാണ് ദൈവം നോക്കുന്നത്. അവരോടുള്ള നമ്മുടെ മനോഭാവമാണ് നോക്കുന്നത്, പ്രവൃത്തിയുമല്ല. ദൈവം നോക്കുന്നത് നമ്മുടെ അകത്തുനിന്നുള്ള നമ്മളിലുള്ള ഹൃദയമാണ് ദൈവം നോക്കുന്നത്. ചിന്തകളെ നമുക്ക് വേണമെങ്കിൽ വെട്ടി മാറ്റാം, പ്രവൃത്തികളെ വെട്ടി മാറ്റാം. പക്ഷെ നമ്മുടെ അകത്ത് സാധനം ഇരിപ്പുണ്ട്. എന്താണ്? അത്രയുള്ളവർക്ക് സ്ഥാനം, അത്രയുള്ളവർക്ക് സ്ഥാനം. ഒരാളോട് കയ്പായിട്ടിരിക്കുന്ന സ്നേഹം പ്രകടിപ്പിക്കാൻ, കെട്ടിപ്പിടിക്കാൻ, ഒരു ചുംബനം കൊടുക്കാൻ കഴിയാത്ത ഒരു ഹൃദയം നിന്റെ സ്വന്തം സഹോദരനോട്, നിന്റെ സ്വന്തം സഹോദരിയോട്, സഭയിലുള്ളവരോട് ഇല്ലെങ്കിൽ, ഞാൻ പറയാം, ഈ പുസ്തകം നമ്മൾ വെറുതെ ചുമന്നു, നമുക്കൊരു ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകത്തില്ല. ഇന്നലെ വരെ എങ്ങനെയായിക്കോട്ടെ ദൈവമക്കളെ, ഇന്നലെ വരെ എങ്ങനെയായിക്കോട്ടെ, ഇന്ന് എനിക്ക് യേശുവിൻ്റെ അതേ ഭാവം വേണം. കർത്താവ് പറയുന്നത് നിങ്ങൾ യേശുവിനെ പോലെ സൗമ്യരായി നടക്കണമെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ വാക്കളെ ഉപസംഹരിക്കട്ടെ. ഒരു ഇടവും ദൈവസന്നിധിയിൽ പ്രശംസിക്കരുത്. ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ, പ്രാർത്ഥിച്ചു നോക്കിക്കേ. സൗമ്യതയല്ലേ നമ്മുടെ കർത്താവിൻ്റെ? അവൻ സ്വർഗത്തിൻ്റെ മഹത്വം മുറുകെ പിടിക്കാതെ ഇവിടെ വന്നവൻ്റെ സൗമ്യതയല്ലേ? അവൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇത് എങ്ങനെ സാധിക്കും? എല്ലാവരെയും എന്നെ പോലെ തന്നെ, നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ആരെപ്പോലെയാ? എന്നെ ഞാൻ സ്നേഹിക്കുന്ന പോലെ തന്നെ എൻ്റെ സഹോദരനെ സ്നേഹിക്കണം. ബൈബിളും ന്യായപ്രമാണമല്ല അതിനകത്ത് അടങ്ങി. എന്നെ പോലെ തന്നെ എൻ്റെ സഹോദരനെ സ്നേഹിക്കണം. നിങ്ങൾ ആവശ്യപ്പെട്ടോ, ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെയാണോ നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ആർക്കെങ്കിലും ഒന്ന് പരിശോധിച്ച്, ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു കുറവ് ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ എൻ്റെ മാതൃകയാക്കാനല്ല നിങ്ങളെ പറയുന്നത്. യേശു അങ്ങനെയായിരുന്നു. ഞാൻ അവനെയാണ് ഫോളോ ചെയ്യുന്നത്. എൻ്റെ യേശുവിനെ പോലെ ആകാനാണ് എൻ്റെ ചിന്ത. നിങ്ങൾ ഇല്ലാണ്ട് പറയുക, പാസ്റ്റർ നിങ്ങളുടെ സ്നേഹം എനിക്ക് പൂർണ്ണമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാലിൽ വീണ എന്ത് തിരുത്തണം, എന്ത് ക്രമീകരിക്കണം, ഞാനത് ചെയ്യും. കാരണം ഞാൻ ജഡത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് പൂർണ്ണതയില്ല. ഞാൻ തികഞ്ഞു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഹല്ലേലൂയ. പിടിക്കാമോ എന്ന് വെച്ച് ഓട്ടമോടുന്നത് മാത്രമാണ് നിങ്ങൾക്ക് വേദനയുള്ള എന്തെങ്കിലും കാര്യം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി കാണാം. ചിലപ്പോൾ എൻ്റെ അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അപ്പോഴത്തെ ഏതെങ്കിലും വിധത്തിലുള്ള എൻ്റെ മുൻവിധികളിൽ നിന്നായിരിക്കാം. അതൊക്കെ വരാം. ഞാൻ ജഡത്തിലാണ്. അതിന് ദൈവം ചെയ്ത പദ്ധതി കൊണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിച്ചു. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യം. ദൈവമില്ലോ നാമത്തിൽ മേലായ നാമം നൽകി യേശുവിനെ എല്ലാറ്റിനും ദൈവം ഏറ്റവും ഉയർത്തി. യേശുവിനെ കർത്താവാക്കി വെച്ചു. എന്തിനാ? എൻ്റെ കർത്താവായിട്ട് യേശു മാറിയെന്ന് എങ്ങനെ അറിയാൻ പറ്റും? എനിക്ക് സൗമ്യത വരും. ഞാൻ യേശു എൻ്റെ കർത്താവായി എൻ്റെ അകത്ത് താമസിച്ചാൽ എനിക്ക് സൗമ്യത വരും. എനിക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയും. എനിക്ക് പ്രശംസിക്കാനായിട്ട് ഒന്നും ഉണ്ടാകത്തില്ല. യേശു എൻ്റെ കർത്താവല്ല. ഞാൻ നീതീകരിക്കപ്പെട്ട ആളാണ്.
ക്രിസ്തുവിലായ മനുഷ്യനാണ്. പക്ഷെ ക്രിസ്തു എൻ്റെ കർത്താവായി ഞാൻ വിശുദ്ധീകരിച്ചിട്ടില്ല അവനെ. സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ പഴയ സ്വഭാവവും ഞാൻ നടക്കും. ഇതാണ് പെന്തക്കോസ്തിൻ്റെ ഏറ്റവും ദുഃഖകരമായ വാർത്ത. പണത്തിൻ്റെ പുറകെ പിന്നെ പോകാൻ എനിക്കൊരു മടിയുണ്ടാകത്തില്ല. ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളുടെ പുറകെ പോകാൻ എനിക്കൊരു മടിയും ഉണ്ടാകത്തില്ല. യേശു എൻ്റെ കർത്താവാണെന്ന് വാഗൊണ്ട് പറയില്ല, പക്ഷെ കർത്തൃത്വം കൊണ്ടിട്ടില്ല. യേശു കർത്താവാണെന്ന് തെളിയുന്നത് ഒരു മനുഷ്യനോട് കയ്പോ വിദ്വേഷമോ പകയോ ഇല്ലാത്ത ജീവിതം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകി പറയുന്ന കാര്യങ്ങൾ സത്യമായിട്ട് വരുന്ന ഒരു സഹോദരി അമ്മായി അമ്മയ്ക്ക് ചായ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ സാത്താൻ്റെ മുമ്പിൽ തോക്കാൻ എന്നെ കിട്ടത്തില്ല. അമ്മായി അമ്മയെ സ്നേഹിക്കാതെ, മരുമകളെ സ്നേഹിക്കാതെ, അല്ലെങ്കിൽ അയൽക്കാരനെ സ്നേഹിക്കാതെ, അവനോട് എന്ന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാതെ നമ്മുടെ പ്രശംസ പുകഴ്ച വെച്ചെന്നാൽ നമ്മൾ യേശു കർത്താവെന്ന് വെറുതെ പറയും. ഞാൻ പറഞ്ഞ വാക്കിയതാണ്, നമ്മൾ വായിച്ചതാണ്. അവൻ ചിലരുടെ അപ്പോസ്തലന്മാരായും ചിലരുടെ ഉപദേഷ്ടാക്കന്മാരായും ഇടയന്മാരായും സുവിശേഷകരായും പ്രവാചകന്മാരായും നിയമിച്ച് എന്തിനാ? സഭയ്ക്ക് ആത്മിക വർധന വരണം. നിങ്ങളെ ശുശ്രൂഷ വെളിപ്പെടണോ? അതോ ഇങ്ങനെ വന്ന് കണ്ടും കേട്ടിരുന്ന് പോയാൽ മതിയോ? ഞങ്ങൾ വന്നോളാം, നിന്നോളാം, കണ്ടോളാം, കൊണ്ടോളാം, പോയിക്കോളാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആത്മീയ വളർച്ച ഉണ്ടാകത്തില്ല. നിങ്ങളിവിടെ ദൈവരാജ്യത്തിന് പ്രയോജനം ഉണ്ടാകത്തില്ല. എനിക്കൊരു ആത്മീയ വളർച്ച ഉണ്ടാകണം. ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവത്തോട് എനിക്ക് അനുരൂപനായിത്തീരണം. ഈ ഒരു ചിന്തയിൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസ്മരിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി സഹായിക്കും.